ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഫെബ്രുവരി മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ, അതായത് കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റാണ്. സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 28ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ്, സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. ഒന്നാമത്തത് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്തൊരു ഹിന്ദി മൂവിയാണ്. ബോബി ഓർ ഋഷി കി ലവ് സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ Disney+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ രവി മോഹനും അതുപോലെ തന്നെ നിത്യ മേനോനൊക്കെ പ്രധാന വേഷം കൈകാര്യം റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു കാതലിക്ക നേരമില്ല എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം ഭാഷകളിലായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. സ്വീറ്റ് ഹേർട്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് Amazon പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്. ബാബു ആന്റണി, ജഗദീഷ് എന്നിവരോ പ്രധാന വേഷം കൈകാര്യം ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്ത ഒരു മലയാള സിനിമയാണ്. ഹെഡ് മാസ്റ്റർ എന്നാണ് സിനിമയുടെ പേര്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഫ്രഞ്ച് മൂവിയാണ്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രഞ്ച് മൂവിയാണ്. ഹണിമൂൺ ക്രഷർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹണിമൂൺ ക്രഷർ ഈ ഫ്രഞ്ച് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ത്രില്ലർ മൂവിയാണ്. പാർക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഉണ്ണി മുകുന്ദൻ പ്രധാന വേഷം കൈകാര്യം മലയാളത്തിലെ ഒരു ആക്ഷൻ ത്രില്ലർ ടിക്കറ്റ് മൂവിയായിരുന്നു മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. സോണി ലീവിലാണ് ഈ ഒരു സിനിമ. മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. തിയേറ്റർ വേർഷനാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അൺകട്ട് വേർഷൻ വന്നിട്ടില്ല. അൺകട്ട് വേർഷനിൽ ഡിലീറ്റഡ് സീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സീന്, നമ്മുടെ റിയാസ് ഖാനുള്ള ഒരു സീന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അപ്പാർട്ട്മെന്റ് 7A എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് Amazon പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ശിവരാജ് കുമാർ പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയായിരുന്നു, കന്നഡ മൂവിയായിരുന്നു ഭൈരതി രണകൽ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ ആഹാ തമിഴിലും കന്നഡ ഭാഷയിൽ Amazon പ്രൈമിലും അവൈലബിൾ ആണ്. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലാ ഡോൾക്ക വില്ല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് കോമഡി ഡ്രാമ എറോട്ടിക് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മൈ ഫോൾട്ട് ലണ്ടൻ എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് Amazon പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സബ്സെർവിയൻസ് ആണ് സിനിമയുടെ പേര്. ഈ സിനിമ ഇതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തായിരുന്നെങ്കിലും കഴിഞ്ഞ ആഴ്ച ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ലയൺസ്ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് അടുത്തൊരു സീരീസ് ആണ്. ഒരു തമിഴ് റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആണ്. മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും എന്ന് പറഞ്ഞ സിനിമ. ഈ സീരീസ് ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സീരീസ്. 3 എപ്പിസോഡുകളാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മനോരാജ്യം എന്ന് പറഞ്ഞ സിനിമ. മനോരമാക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ധൂം ധാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കൊറിയൻ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. മെലോ മൂവി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു 10 എപ്പിസോഡുകൾ അടങ്ങുന്ന സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ഡ്രാമ ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ആർച്ചീവ് എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ ഇതിനു മുമ്പേ തന്നെ പിന്നെ എന്താ പറയുക ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് Disney+ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ജാപ്പനീസ് മൂവിയാണ്. ഒരു എന്താ പറയുക ക്രൈം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജാപ്പനീസ് മൂവിയാണ്. ബ്രോക്കൺ റേജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Amazon പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കുക്കു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. മാസ്റ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പോർട്ടൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് വഴി സൺനെക്സ്റ്റ്, Amazon പ്രൈം, ആഹാ തമിഴ് എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ്, ആഹാ തെലുങ്ക് എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത പിആർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. C5 ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ കിച്ച സുബിതി പ്രധാന വേഷം കൈകാര്യം ഒരു മാസ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മാക്സ് എന്ന് പറഞ്ഞ സിനിമ. C5 ഈ സിനിമ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട്
അവൈലബിൾ ആണ്. അടുത്ത അജു വർഗീസ് പ്രധാന വേഷം കൈകാച്ച ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സ്വർഗം എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈം, മനോരമ മാക്സ്, സൺ നെക്സ്റ്റ് എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ദ ഗുഡ് ഹാഫ് എന്ന് പറഞ്ഞൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് അടുത്തത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഫാമിലി അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ പെൻഗ്വിൻ ആൻഡ് ദ ഫിഷർമാൻ എന്നാണ് സിനിമയുടെ പേര്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രഞ്ച് മൂവിയാണ്. നേരത്തെ ഈ സിനിമ നേരത്തെ റിലീസ് ചെയ്തതാണ്. ഇപ്പോൾ ഈ സിനിമയുടെ മൾട്ടി ഓഡിയോ അവൈലബിൾ ആയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തൊരു ഡ്രാമ വാർ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് വൈറ്റ് ബേർഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം ഭാഷകളായിട്ട് മലയാളമല്ല മറാഠി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഫാന്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഫെയറി ഫോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ 28ഓളം സിനിമകളും സീരീസുകളാണ് ഫെബ്രുവരി മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ, അതായത് കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. കംപ്ലീറ്റ് ലിസ്റ്റാണ്. അപ്പോൾ ഈ ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും